ബോയ്സ് നമ്മൾ എറണാകുളത്തോട്ട് പോവുകയാണ്. 2 വീഡിയോ എന്തായാലും ചെയ്യും. 3 വീഡിയോ ആണ് പ്ലാൻ. 2 വീഡിയോ എന്തായാലും ചെയ്യും. അപ്പൊ നമ്മള് വിട പറയാനോ ഒരാളുടേക്ക് വിട പറച്ചിൽ മാത്രമേ ഉള്ളൂ. വീഡിയോ നന്നായിട്ട് എടുത്തോണ്ട് വരണേ. വിട പറയുന്നൊക്കെ അവിടെ നിക്കട്ടെ. കുറച്ച് ലെങ്തോടുകൂടിയുള്ള വീഡിയോ വരണം. കുറച്ച് ലെങ്തോടുകൂടിയുള്ള വീഡിയോ. ഞാൻ ബ്ലോഗിന് വേണ്ടി അല്ല പോകുന്നത് അവിടെ. ഞാൻ മറ്റേ മെയിൻ ചാനലിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാ പോകുന്നത്. പിന്നെ പ്രശ്നമില്ലല്ലോ. ആണോ? വല്ല വേണോ? മേടിച്ചിട്ട് വരണം അവിടെ നിന്ന്. എന്തുവാ ചോദിച്ചത്? വല്ല മേടിച്ചിട്ട് വരണം. ഒന്നും തരുന്നില്ലല്ലോ ഇതുവരെ. അപ്പൊ അതറിയാം. പിന്നെ കുഴപ്പമില്ല. എന്തെങ്കിലും ആദ്യം താ, എന്നിട്ട് പിന്നെ പറ. സ്നേഹം മാത്രം. സ്നേഹം എല്ലാവർക്കും വേണ്ട. സ്നേഹം വേണ്ടേ? സ്നേഹം വേണ്ട. സ്നേഹം വേണ്ടേ? അത് സ്നേഹം വേണ്ടാത്ത. സ്നേഹിക്കുക മാത്രം ചെയ്യല്ലേ? അയ്യോ, സ്നേഹിക്കല്ലേ? ട്രെയിനർ വേണ്ട അവിടെ നിൽക്കുന്നു. ട്രെയിനർ നമ്മുടെ കൂടെ ബാംഗ്ലൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ട്രെയിനർ ബാംഗ്ലൂരിലാണ് അടുത്ത കളികൾ. നീ പറഞ്ഞില്ല അവന്മാര് തല്ലും തുടങ്ങി. ഇത് ജിം മാസ്റ്റർ ആണ്. വലിയ ശക്തിയൊന്നും ഇല്ലല്ലോ. അതൊക്കെ അകത്ത് പുഴുങ്ങി വെച്ചിരിക്കുക. അപ്പൊ അമ്മ എനിക്ക് കുറച്ച് പൈസ ഇട്ടണം കേട്ടാ. പൈസ ഇട്ട് തരുന്നതിന് എന്ത് പറ്റുന്നുണ്ട്? തരുന്നത് മാത്രം തിരിച്ച് ഞാൻ മേടിക്കുന്ന തിരിച്ചു തരുന്നില്ലേ അതേപടി. അതെവിടെന്നെങ്കിലും ഒപ്പിച്ച് തരും. അത് ഇയാളെയും കൊണ്ട് തിരിച്ചു വരും. നമ്മളത് അവർക്ക് കൊടുക്കും. പൈസ ഇല്ലല്ല, പൈസ ഇല്ല. അപ്പടി കച്ചവടം എന്ന് പറയുന്ന അത് ഫുള്ളും പൈസ എടുത്ത് ഇപ്പൊ അവിടെ കച്ചവടത്തിന്റെ. അമ്മ ഇൻഡിപെൻഡന്റ് ബിസിനസ് വുമൻ അല്ലേ, ബിസിനസ് മാഗ്നറ്റ് അല്ലേ. അമ്മക്ക് പൈസയുടെ എന്താ ആവശ്യം? എന്റെ പൊന്നോ, ഇയാള് കളർ വെച്ചല്ലേ? കളർ ഞാൻ സെറ്റ് ആക്കാം. അമ്മ പറയുവാണ് ഈ കളർ മാറ്റിയിട്ട് ഓറഞ്ച് അടിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോക്കകത്ത്. ഓറഞ്ച് അടിക്കുക. ഇത് പോരെ തോന്നുന്നു കളർ. അയ്യോ, ഇത് നോക്കിട്ട് അത്ര വെയിലത്ത് പറ്റാനുള്ളൂ. ട്രെയിനർ വണ്ടി പുറകിൽ എടുത്തോണ്ടിരിക്കുകയാണ്. രാത്രി ഫുള്ളി ഇവൻ തന്നെ ഓടിക്കുമല്ലേ ഞാൻ ഓടിക്കണ? ഇത് കഴിഞ്ഞിട്ട് അക്ഷനെ പോയി വിളിക്കാറുണ്ട്. അപ്പം ഇത് വണ്ടിയായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛാ പോട്ടെ. ബാംഗ്ലൂർ വീഡിയോ എടുക്കാൻ പോകുന്നു. കൂട്ടുകാർ 2 പേരുണ്ട്. അവർക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ ഞാൻ ഓടിക്കല്ല. ഓടിക്കുന്നതിന്റെ എല്ലാം ബുദ്ധിമുട്ട്. ഉറക്കം നിന്ന് ഓടിച്ചു വരാൻ പലയിടത്തും കൊണ്ട് മിനിഞ്ഞാൻ ഇവിടെ ചെയ്ത കണക്ക് അപകടം വന്നു കഴിഞ്ഞാൽ പുറകെ നടക്കാനൊന്നും ആളില്ല. ഉറക്കം വന്നാൽ ഞാൻ സൈഡിലോട്ട് അടിച്ചോളാം. എനിക്ക് ഉറക്കയില്ലെന്ന് അടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇറങ്ങുക. എന്തായാലും വണ്ടി ഇടിക്കാൻ നേരത്തിന് വിളിക്കാതെ. ഇടിക്കാൻ നേരത്ത് വിളിക്കേണ്ട കാര്യത്തിൽ പോയി കിടന്നോ കേട്ടാ. ഇടിക്കാൻ നേരത്ത് വിളിക്കാം. പ്രാവശ്യമായിട്ട് ഇത് 3 പേരെങ്കിലും ഉണ്ട്. സാറിന് ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഒറ്റയ്ക്ക് പോകണമാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഒറ്റയ്ക്ക് പോകുന്നു. അച്ഛൻ പട്ടാളത്തിൽ ഒറ്റയ്ക്കായിരുന്നു. അച്ഛൻ കൂട്ടത്തോടാണ് പോയത്. അച്ഛൻ ഒറ്റയ്ക്ക് പോവാൻ, മക്കൾ ഒറ്റയ്ക്ക് പോവാൻ ബുദ്ധിമുട്ട്. എന്നെ സഹായിക്കാൻ ഞാൻ തന്നെ ഉണ്ട്. ബാക്കിയുള്ള ഒരാളുടെ ഒരു പട്ടിയുടെ സഹായം വേണ്ടിയിരിക്കും അല്ലേ? ഡ്രൈവ് തലകറക്കം ഉള്ളപ്പോ ഡ്രൈവ് ചെയ്യില്ല. അത് പിന്നെ അത് തന്നെയല്ലേ, കാലം വരുന്ന പറഞ്ഞിട്ടല്ലേ. അത് ഏത് വഴി കൂടെ വരുമെന്ന് അറിയത്തില്ല. കിണ്ടി ടെൻഷൻ, അടുത്ത് എന്റെ ടെൻഷനും ഇല്ല. കരിയുമ്പോ തുറ സമ്മതിക്കൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ഇത് തന്നെയായി. പോവാ. അപ്പൊ ഇന്ന് രാത്രി ഫുള്ള് ഓടിച്ച് കഴിഞ്ഞിട്ട് നാളെ അവിടെ ഒരു വീഡിയോ ചെയ്യാനുണ്ട്. നാളെ രാത്രി അവിടെ നിൽക്കും. മറ്റന്നാൾ അവിടെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് ദിവസം ഇവിടെ തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഇവിടെ വേറെ വീഡിയോ ഉണ്ട്. അത് എറണാകുളത്ത്. പോവാ. നിന്റെ ബാംഗ്ലൂർ ആദ്യമായിട്ടാണോ നീ? അല്ല. അപ്പം ഇവിടുന്ന് അക്ഷനെ പിടിച്ചിട്ട് രാത്രി ഫുള്ള് ഓടിക്കുമോ നീ? പിന്നെ അല്ല. നാളെ ഒരു 12-11 മണിയൊക്കെ ആവുമ്പോ എത്തുമായിരിക്കും. അക്ഷയ് വന്നോ? കൈസേ ഹോ? അച്ഛാ ഗോയിങ് ടു ബംഗളൂരു. 12 മണിക്കൂർ ബാംഗ്ലൂർ എത്താൻ പോവുകയാണ്. എന്താ പ്ലാൻ ബാംഗ്ലൂരിൽ? എന്ത് ലൈൻ ഇവിടെ ഇല്ലല്ലോ ഇത് ബാംഗ്ലൂരില്. കേരളത്തിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് വെളിയിൽ പോണോ? ആലപ്പുഴ ജില്ലയിൽ നിന്ന് വെളിയിലോട്ട് ആദ്യമായിട്ട് പോവാ. മറ്റേ ഇടുക്കിന്ന് ഇത് കാണാൻ പോത്തില്ല, ബീച്ച് കാണാൻ പോത്തില്ല. അങ്ങനെയാണ്. അങ്ങനെ മാറി ചേച്ചി മാറി കേട്ടോ, ഇവനെ ഇടിച്ചേക്കും. അവിടെ വരെ എത്തിക്കുക. പബ്ബുണ്ട്
പബ്ബാ? ഏത് പബ്? അല്ല ഇവനെ പെണ്ണായിട്ട് ഒരുക്കിട്ട് നമുക്ക് കയറ്റാം. നമുക്കറിയാം ആരാ ഇറങ്ങിയെന്നൊക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ കിടക്കാൻ പോവുകയാണ്. ട്രെയിനർ അവിടം വരെ ഓടിക്കും. അവിടം വരെ അല്ല, ഇപ്പൊ എത്ര അവൻ ഓടിക്കാൻ തോന്നുന്നു അത്ര ഓടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചോളാം, അല്ലെ അക്ഷയ ഓടിക്കും. അക്ഷയം കിടക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് കാണാം ട്രെയിനറായിട്ട് മാറ്റാൻ നേരത്ത്. 10.5 മണിക്കൂറാണ് ഇനിയുണ്ട്. എറണാകുളം എത്തിയുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് സാധനം ഓർഡർ ചെയ്യുവാണ് നമ്മുടെ ട്രിപ്പ് ബാക്കിയുള്ള സ്റ്റാർട്ട് ആകുന്ന മുമ്പ്. ഇത് ഓർഡർ ചെയ്യുന്നതിനിടക്ക് നമ്മുടെ ഗായകൻ ഒരു പാട്ട് പാടുന്നതാണ് നമ്മുടെ ട്രെയിനർ. പാടാൻ പോവല്ലേ? പാടിക്കോ. എന്ത് പാട്ടാ? പാട്ടിന്റെ കൂടെ പാടുന്നും വേണ്ട. എന്റെ ഗീതമൊക്കെ ഒടുക്കത്തെ ഓൺ പോയിന്റ് ഇപ്പൊ കേട്ടുകൾ. അതാണ് ഞാൻ ആൾക്കാരെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നത്. നിനക്കറിയാവുന്ന ഒരേ ഒരു പാട്ടല്ലേ, അത് പാടിക്കോ. ദൂരെ ഒരു മഴവില്ലപ്പോ തൂവൽ കവണയിൽ നിൻ മായാരാവണ്യം, നീയാം സ്വരരതിയിൽ നിൻ മൗനം വാചാലം, സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാഗങ്ങളേകും സാവേഗങ്ങളും മൂളുമോ വെൺപനി മതിലെ വെളിയിലെ മലരുള്ളി ഇടകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. പോണ് അടുത്തവൻ പോയി. ഓടി കേട്ടോ എന്റെ പാട്ട് കേട്ടിട്ട്. സാധനമെല്ലാം കിട്ടിയിരിക്കുന്നു. ഇതായിരുന്നു എനിക്ക് മെയിൻലി വേണ്ടത്, ഇലക്ട്രാള്. അതെല്ലാം ഇനി മമ്മാർക്കുള്ളതാക്കി. ഇതിന്റെ പച്ച മേടിച്ചില്ല, എടാ ഉള്ളതൊക്കെ മേടിച്ച്. ഇത് ഓർക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് തമിഴ്നാട് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് ഫുൾ ടാങ്ക് പെട്രോളായി 3500 രൂപ മാത്രം. 12.5 മൈലേജ്. നീ ഉറങ്ങിയേക്ക്, നാളെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതാ. ഫൈനലി ഞാൻ വണ്ടി ഓടിയും കയറി ഇരുന്നിട്ടുണ്ട്. 2 മണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഞാൻ കയറി ഇരുന്നത്. അത്ര നേരം നമ്മുടെ ട്രെയിനർ ഒറ്റ തടിക്ക് വണ്ടി ഓടിച്ച് ഏതോ ജില്ലയിൽ എത്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ വഴി ഏത് വഴി? ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ പോകുന്ന ഈ ഒരു വഴി. ഇവിടെ ഞാൻ മാത്രമേ വണ്ടി ഇട്ട് ബാംഗ്ലൂർ പോകുന്നുള്ളൂ. വേറെ വണ്ടികളൊന്നും ഇല്ല ഇവിടെ. ഒരു കാറ് കാണിച്ചേ, നോർമൽ ഒരു കാറ്. ഇത് നമ്മൾ ഇരുന്ന് പോണ കാറ്. വെറുതെ അല്ല കാണിച്ചാ പോലെ ഇരുന്ന് പോകുന്ന കാറാണെന്ന്. നീ ഇവിടെ ഓടിച്ച് കയറ്റിയത് രാത്രി ഫുള്ള്. എനിക്കറിയാം. ഈ വഴിയൊന്നും അല്ലായിരുന്നു ഞാൻ കണ്ട ബാംഗ്ലൂർ. ഈ ബാംഗ്ലൂർ അല്ല. ഒരു ക്യാമറമാൻ എന്ന് പറഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു. അവനുള്ള മാപ്പിനെ പിടിച്ച് കുത്തിയാണ്. ഞാൻ മാപ്പിലൊന്നും കുത്തിയില്ല. അങ്ങോട്ട് നോക്കിയേ, ഒരു ബസ് ആ അറ്റത്ത് ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഒരേ ഒരു ബസ്സാണുള്ളത്. അതാണ് ഒരു ബസ്സേ ഉള്ളു അവിടെ. ബാംഗ്ലൂർ എത്തിയ ബാംഗ്ലൂർ എത്തിയത് ഇനിയുണ്ട് 52 കിലോമീറ്റർ. കാറില്ല എന്ന് പറഞ്ഞിട്ട് കാറ് വന്നു. നമ്മള് ഏതൊക്കെ സ്ഥലത്ത് കാറ് കണ്ട്. അത് പിന്നെ ബാംഗ്ലൂർ അടുത്തെത്താൻ നേരം എന്തെങ്കിലും കാണണ്ടേ. ബാംഗ്ലൂർ വന്ന വഴിയാണ് നമ്മൾ തെറ്റിപ്പോയത്. ഈ വണ്ടി കുറച്ച് വളഞ്ഞാണല്ലോ പോകുന്നു, ഈ കർണാടക വണ്ടി. എന്താണ് ഒടുക്കത്തെ വളവ് മറിഞ്ഞു കിടക്കും അപ്പുറത്തോട്ട്. വെൽക്കം ടു ദ സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പറയത്തൊന്നുമില്ല. കുറെ ആൾക്കാര് പറയും. ഈ വന്ന സ്ഥലത്തുനിന്ന് പോയതാ ഞാൻ. വെൽക്കം ടു ബാംഗ്ലൂർ. ഓ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു കം ഇൻ ടു. ഓട്ടോയിൽ കയറരുത്, കാർ ഓടിക്കരുത്, ബൈക്ക് ഓടിക്കരുത്, സൈക്കിളും ചോട്ടരുത്, നടന്നു പോയാൽ നിർത്തില്ല. വെള്ളപ്പൊക്കമൊക്കെ ഒരു ഇടക്കിടക്ക്. But one of the best place to come to. Let's go. ആൾക്കാർ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആൾക്കാരാ. ഒരു കഷ്ണം കൊടുത്തില്ല. പക്ഷെ ആൾക്കാരെ വിട്. നമുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പലതൊന്നും ഇല്ല. പബ് പാർട്ടിയോ അത് മാത്രം. അത് കുഴപ്പമില്ല. വേറെതായിട്ട് വലുതായിട്ടൊന്നും ഇല്ല. ജോലിക്ക് സാധ്യത. ജോലിക്ക് സാധ്യത എന്തിനാണ് ബോയ്സ്? അപ്പൊ ഇത് എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. ഇവിടെ 4 വർഷം നിന്നിട്ട് ഞാൻ സഹിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ കിടിലമാണ്. 2 കിലോമീറ്റർ പോകാൻ 100 രൂപ മേടിക്കുവാൻ. 1 കിലോമീറ്ററിന് 100 രൂപ മേടിക്കും. അതാണ് വ്യത്യാസം. അങ്ങോട്ടേക്ക് കയറിയ മിനിമം ചാർജ് 100 രൂപ. കർണാടക വെച്ചു. കർണാടക ഗൊത്തില്ലേ? അപ്പൊ പിന്നെ അവിടെ 100 രൂപ എടുത്ത് പോയാൽ
ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ബോയ്സ്, ലെറ്റ്സ് ഗോ. നമ്മുടെ സ്വപ്നത്തിലെ ബാംഗ്ലൂർ കണ്ടോ? കുലുങ്ങി കുലുങ്ങി പോകുന്നു നമ്മൾ. ആന്ന് ഇവിടുത്തെ വീഗാലാൻഡ് ഏറ്റവും വലുതാന്ന് പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ നാളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും വീഗാലാൻഡിന്റെ വീഗാലാൻഡ് ആസ്വദിക്കാൻ വേണ്ടി. എന്തിനാടാ എടാ ഇപ്പഴേ ആസ്വദിക്കാല്ലോ, നിനക്ക് അകത്തന്നെ ആസ്വദിക്ക്. സുസു അതൊക്കെ ഇപ്പൊ പോകും കുറച്ച് കഴിയുമ്പോ മുമ്പോട്ട് റോഡ് കണ്ടു കഴിഞ്ഞാൽ. ആസ്വദിക്കുന്ന കൂടിയിട്ട് ക്യാമറ വരെ ഷെയ്ക്കാണ്. സീരിയസ് ആയിട്ടാ? ഇവിടെ പിന്നെ നിനക്ക് വെളിയാണല്ലോ, ഇവിടെ സാധിക്കും. ഇവിടെ ആൾക്കാരാ, ഇവിടെ ആൾക്കാരെ മൈൻഡ് ചെയ്തില്ല. നോക്കി കണ്ട് ഒഴിച്ചാ മതി, അല്ലെങ്കിൽ സാധനം കാണത്തില്ല. കൊഴപ്പില്ലടാ, എടാ കൊഴപ്പില്ലടാ. അവര് കന്നഡ കൊത്തു എന്നൊക്കെ പറയും. അവര് കൊത്താൻ വരും, നീ നോക്കിയാ മതി. ഏത് പട്ടിക്കാട്ടിലുള്ള സത്യം പറഞ്ഞു ബാംഗ്ലൂർ അല്ലേ ആടാ ഇത്? ഇത് ബാംഗ്ലൂരൊന്നും അല്ലേ, ഏതോ പട്ടിക്കാടാണ്. നീ ബ്രഷ് കൊണ്ടുവന്നില്ലേ? അവിടെ ബ്രഷ് ഇരിപ്പുണ്ട് കാറിനകത്ത്. ആ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഫുൾ പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ വന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കേരള കഫേ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫുഡിന്റെ സ്ഥലത്ത് പോകും, ഡങ്കിൻ ഡോണറ്റ്. അപ്പം ഡങ്കിൻ ഡോണറ്റ്സിൽ ഫുഡ് ചാനലിന് പയ്യൻ വരും. ഇവിടെ നോൺ വെജ് എല്ലാം കിട്ടിയാലേ എൻ്റെ വയറ് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഇവന്മാർ മാത്രം കഴിക്കും. എൻ്റെ വയറ് നിറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതിന് നിറഞ്ഞു. 150 രൂപയ്ക്കൊന്നും എനിക്ക് ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ച് പകുതി കഴിച്ചു. എൻ്റെ ഇപ്പം എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് 150 രൂപയ്ക്ക് 2 മുട്ട നല്ല അറ്റ്ലീസ്റ്റ് ബട്ടറിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയ മുട്ട നല്ലതായിരുന്നു. ബട്ടറും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഡങ്കിൻ ഡോണറ്റ്സിലോട്ട് പോകാൻ പോവുകയാണ്. അതിനു മുമ്പേ നമ്മുടെ എല്ലാമായ ട്രെയിനർ കാണുവാനില്ല. ഒരു പ്രാവശ്യം പാലാരിവട്ടം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മുക്കിനും മൂലയിലും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. എങ്ങോട്ട് പോയെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഒരു ചേട്ടനായിട്ട് സംസാരിക്കുന്ന കണ്ട് പിന്നെ കാണുന്നില്ല. എന്താ ഡ്രസ്സും ഒക്കെ മാറിയിരിക്കുന്നത്? ഡ്രസ്സ് എല്ലാം പറ്റിയായിരുന്ന? ഇന്നലെ ഡ്രസ് അല്ലേ? ഇറങ്ങി അവനും ഇറങ്ങി. ശരി നമുക്ക് എന്തായാലും പോവാം. എന്ത് നല്ല നഗരം നോക്കി. ഇവിടെ റോഡിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ള പെയിന്റ് റോഡ് അടിക്കാറുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലെ കറുത്ത പെയിന്റ് അല്ലേ, ഇവിടെ വെള്ള പെയിന്റ്. അതുകൊണ്ടാണ് ഈ നടുക്കത്തെ വരെയൊന്നും കാണാത്ത. ഇവിടെ നോക്കി നടുക്കത്ത് വരെയൊന്നും കാണാൻ പറ്റില്ല, വെള്ള പെയിന്റ് ആയതുകൊണ്ട്. സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാ. ഈ മറ്റേ മോദി പറയുന്ന കണക്ക് സാറ്റലൈറ്റ് എങ്ങനെ യൂസ് ചെയ്തുള്ള ടെക്നോളജി. ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ, മഴ പെയ്യുമ്പോ ചെറുതായിട്ട് വെള്ളപ്പൊക്കം വരും. ഇതിലുണ്ടോ മുതുകത്താ? ഒന്നുമില്ല. ഈ മോളിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുന്നത് തോന്നുന്നു കേട്ടോ. എവിടെ ഡങ്കിനോട് കാണുന്നില്ലല്ലോ. ഓ ദേണ്ട് ഡങ്കിൻ ഡോണറ്റ്. അപ്പൊ ഇവിടെയാണ് ചാലഞ്ച് നടക്കാൻ പോകുന്നത്. ഇവിടെ കുറെ ആഹാരം ഉണ്ടല്ലോ, ഇതെല്ലാം കഴിക്കേണ്ടി വരും. എല്ലാം കഴിക്കേണ്ടി വരും. നീ അല്ല കഴിക്കുന്നത്, നെഞ്ചടിക്കുന്നിരിക്കുന്നു. അവൻ കഴിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പയ്യൻ പുറകിരിക്കുന്ന ചാലഞ്ച് എങ്ങനെ പോയെന്ന് മെയിൻ ചാനൽ വീഡിയോ ഒക്കെ അത് കാണുക. കണ്ണു തൊള്ളിരുന്ന് പോകും നിങ്ങൾ കേട്ടാ. ബോയ്സ് കുറച്ച് ഇരുട്ടി, എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മളപ്പം ഫസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞായിരുന്നു, സെക്കൻഡ് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇനി ഫൈനലി ഒരു റൂം പിടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി തിരിച്ചു പോയി അവിടെ കിടക്കുന്നു. ഇവന്മാരപ്പം അവിടെ മഴയത്ത് നിൽക്കുക. എന്താണ് നമ്മുടെ കാലിഫോർണിയ പറയൂട്ട കടയിൽ നിൽക്കുന്നു. മഴ പെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഇനി കാറും വിളച്ച് അവന്മാരെ കൊണ്ട് പിക്ക് ചെയ്യണം. ഇനി റെസ്റ്റ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളൂ കേട്ടോ. എനിക്ക് ഉറങ്ങിയിട്ടില്ല ഞാൻ. എനിക്ക് വയ്യ. ട്രാഫിക് കണ്ടാ ഇടക്കൂടി കയറ്റി പല ആൾക്കാരും പോകുന്നു. ഇടുപ്പിക്കുവര് എന്തോ ഇത്. ഓ ബാക്ക് ടു എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? എന്റെ വട്ടം വിട്ടിട്ട് എന്റെ മോന്തൊക്കെ തുറച്ചു പോയിട്ട് കാര്യമില്ല കേട്ടാ. വേണം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കേരളത്തോട്ട് വാ. ഇന്ത്യ കിടന്ന് എനിക്ക് കളി വെച്ചാൽ ഈ കർണാടക കളി നടക്കത്തുള്ളൂ. അതിനോട് ഇന്ത്യയിലോട്ട് വാ. ഓ വെള്ളപ്പൊക്കം. നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ബാംഗ്ലൂരിന്റെ ട്രാഫിക് നിറഞ്ഞ തെരുവുകളിലൂടെ. എന്തായാലും ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങി കിടന്നു പോകും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് സ്ട്രീറ്റ്സ് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. ഏകദേശം ഇപ്പം 8 മണിയായല്ലേ? 8 മണി. പബ്ബൊക്കെ ഉണ്ട്, അവിടെ വേണം ഒന്ന് കയറിയേക്കാം. അപ്പം എന്താ പരിപാടി? ഫസ്റ്റ് പബ്ബാ ബാംഗ്ലൂരിലെ? പബ്ബാണെന്ന് എനിക്കറിയത്തില്ല. അതാണ് റെസ്റ്റോ ബാറാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇത് കൊള്ളാവോ കൊള്ളത്തില്ലേ ആർക്കറിയാം. എൻ്റെ ഇവിടെ ആരൊക്കെ തുറച്ചു നോക്കുന്നു. അവര് വല്ല പറയുന്ന പോലെ മനസ്സിലായ ഇവിടെ ഫുള്ളും ബുക്കിംഗ് ആണെന്ന്.
ഇനിയാണ് ഫസ്റ്റ് ഫ്ലോറിൽ കാലിയാക്കി തരാൻ നമുക്ക് വേണ്ടിയിട്ട്. ബോയ്സ് അവിടെ എന്തുവാണ് അരമണിക്കൂർ എടുക്കുന്നു പറഞ്ഞ 5 മിനിറ്റിൽ നിന്ന് 1/2 മണിക്കൂറിലേക്ക് അവർക്ക് വേറൊരു കിച്ചൺ കൂടി ഉണ്ട്. ആ കിച്ചണിലോട്ട് പൊക്കോ എന്ന് പറയാൻ എനിക്കിവിടെ പോകണമെന്നില്ലായിരുന്നു. ഞാൻ സെർച്ച് ചെയ്ത് വന്ന കിച്ചൺ എന്തായാലും ഫുള്ളാ. ഇവിടെ ഇങ്ങനെ ഈ പബ്ബിനകത്ത് കയറുമ്പോൾ ഒടുക്കത്തെ ഈ ഡിലേ ഉണ്ട്, പിന്നെ ഒടുക്കത്തെ ഈ ബിൽഡപ്പ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വല്ലതായിട്ട് പോകാൻ താല്പര്യം. അത് പോയാൽ തന്നെ കയറാൻ പറ്റുന്ന കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അല്ല അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് ക്യൂ ചെയ്ത് അതൊക്കെ നല്ലതാണ്. അടുത്തൊരു സ്ഥലത്ത് എത്തി, പക്ഷേ ഇവിടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ ചെരുപ്പിലാണ് ഇരിക്കുന്നത്. തിരിച്ച് പിന്നെ അവിടെ തന്നെ പോകുന്നു. നമ്മൾ ആദ്യം പോയ റെസ്റ്റോറൻറ്റിൽ അവരെന്നെ വിളിച്ചിട്ട് പറയും ടേബിൾ ആയാലും നല്ല ടേബിളിൽ പോയി മേടിച്ചിട്ട് വരാം. ഫസ്റ്റ് എക്സ്പീരിയൻസ്. ലെറ്റ്സ് ഗോ. എൻജോയ്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ. ഇതിന് 30,000 റേറ്റിംഗ് എന്തിനാ അറിയത്തില്ല. ഈ ഒരു കടയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. 30,000 ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി ചേട്ടാ. അവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് വലിയ ഇതായിട്ട് തൃപ്തികരമായി തോന്നിയില്ല. അതുകൊണ്ട് നമ്മള് ഇറങ്ങി. പബ്ബിന്റെ ഒരു ആംബിയൻസ് ഇല്ല അവിടെ അല്ലേ? അതെ, പബ്ബായിട്ട് നമ്മുടെ ഷൂ ഒന്നും ഇല്ലാത്തത് കയറാൻ വരത്തില്ല. അത് വേറെ കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോ ബാറാണ് പിന്നെയും കുഴപ്പമില്ല. പാൻ ഇന്ത്യൻ നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കയറുന്നതായിരിക്കും. ഫൈനലി നമ്മളൊരു റെസ്റ്റോറന്റ് കപ്പി പിടിച്ചു. ബോയ്സ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് പോർക്ക് ഐറ്റം. കുറച്ച് കിടുവായിട്ടാ ഇവിടുത്തെ പോർക്ക് ഐറ്റം ഒക്കെ പറയണ്ട മോനെ, കിടിലം. നല്ല രസമുണ്ട്. ഫാറ്റി പോർക്ക് വയ്യ. Hey!